പല നൂറ്റാണ്ടുകളിലും പണ്ഡിതന്മാരിലുമായിട്ട് ഉള്ള ചർച്ചയുടെ ഭാഗമാണത്. അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്ന ഒരു വീക്ഷണം. പക്ഷേ മതപരമായിട്ട് അത് അത്ര വലിയൊരു പ്രമാണബദ്ധമായ വീക്ഷണമാകുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. ഖുർആൻ്റെ സങ്കല്പത്തിൽ അള്ളാഹു ആകാശത്തിലാണ്, ഫൗക്കൽ അർഷ്, സിംഹാസനത്തിന് മുകളിലാകുന്നു അവൻ എന്നതാണ് അതിൻ്റെ ലളിതമായ ഒരു നിർവചനം. പല ആയത്തുകളും നമുക്ക് ഖുർആനിൽ വായിക്കാൻ പറ്റും. അമിൻതും മൻ ഫിസ്സമാ, ആകാശത്തിലുള്ളവനെ പറ്റി നിങ്ങൾക്ക് നിർഭയത്വമുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. ബഹുവല്ലാഹു ഫിസ്സമാവാത്തി അങ്ങനെയുള്ളത്. അപ്പോൾ അള്ളാഹു ആകാശത്തിലാകുന്നു എന്നത്, അതായത് ആകാശം എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളുടെയും എല്ലാ മഖ്ലൂക്കാത്തിൻ്റെയും മുകളിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ രൂപത്തിലാണ് അള്ളാഹുവിനെ സങ്കല്പിക്കേണ്ടത് എന്നതാണ് ഖുർആൻ പറയുന്നത്. ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നപ്പോൾ അവരുടെ ഈമാനികമായ ബോധ്യം എത്രയുണ്ട് എന്ന് റസൂലുള്ള അളന്നത് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു. അവരോട് അദ്ദേഹം ചോദിച്ചു ഐനല്ലാ എന്ന്. അപ്പോഴാ സ്ത്രീ അള്ളാഹു ഫിസ്സമാ, അള്ളാഹു ആകാശത്തിലാണ് എന്ന് പറഞ്ഞു. അത് ആ സ്ത്രീ എല്ലാം കൊണ്ടും മുഅ്മിനത്ത്, വിശ്വാസമുള്ളവളാണ്, ഈമാനുള്ളവളാകുന്നു എന്ന് സ്ഥാപിക്കാൻ നബി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള മറ്റു ചില സന്ദർഭങ്ങളുമുണ്ട്. അപ്പോൾ അവയെല്ലാം ചേർത്ത് വെച്ചാൽ അള്ളാഹു ആകാശത്തിലാകുന്നു, മുകളിലാകുന്നു എന്ന ഒരു നിർവചനമാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അവൻ്റെ ഉത്കൃഷ്ടതക്കും നമ്മളുടെ വിശ്വാസ ഭദ്രതക്കും ഏറ്റവും നല്ലത്. പിന്നെ അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ ചിന്തകളൊക്കെ പ്രചരിപ്പിക്കുന്നതിന് കാരണമായി പറയുന്നത് വഹുവ മഴക്കും ഐനമാക്കുൻതും എന്നിങ്ങനെയുള്ള വാക്കുകളാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെ അവനുണ്ട് എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ശ്രദ്ധയും നോട്ടവും നിയന്ത്രണവും നമ്മൾ എവിടെയാണെങ്കിലും നമ്മോടൊപ്പം ഉണ്ടാകും. അതിൽ നിന്ന് കുതറിച്ചാടി രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന രൂപത്തിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഇന്നി ഖരീബുൻ, അതോടൊപ്പം തന്നെ അഖ്റബു മിൻ ഹബലിൽ വരീദ്, ഈ ആയത്തുകളൊക്കെ ഈ അവസാനം പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതെ, അതൊക്കെ അള്ളാഹു നമ്മിലേക്കങ്ങ് ഇറങ്ങി വന്നു, നമ്മിൽ അള്ളാഹു ലയിച്ചു എന്ന അർത്ഥത്തിലല്ല ഇന്നി ഖരീബ് എന്നത്. ഞാൻ നിങ്ങൾക്ക് സമീപത്താകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പെട്ടെന്ന് നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ എവിടെയാണെങ്കിലും വളരെ അടുത്തുള്ള ഒരാളെ വിളിക്കാവുന്ന പോലെ അള്ളാഹുവിനെ വിളിക്കാം എന്ന ഒരാശയമാണ് അതിനുള്ളത്. അല്ലാതെ അള്ളാഹു നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് മാറും, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മളങ്ങ് ലയിക്കും എന്ന അർത്ഥം അതിനില്ല.